പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം. ഇന്നലെ നമ്മളുടെ പണപ്പെരുപ്പ് നിരപ്പൊക്കെ കൂടുകയും ചെയ്തു. കരടി മേഞ്ഞു, വിപണി ഇടിഞ്ഞു. ഇന്ത്യയുടെ പണപ്പെരുപ്പ് നിരപ്പ് കഴിഞ്ഞ വർഷത്തെ 5 വർഷത്തേതിലും ഏറ്റവും കൂടുതൽ റെക്കോർഡ് തകർത്ത് മുന്നേറുകയാണ്. അങ്ങനെ പണപ്പെരുപ്പ് നിരപ്പ് കൂടുന്നതുകൊണ്ട് ഇന്നലെ സ്വല്പം കുതിപ്പ് രേഖപ്പെടുത്തിയ ഓഹരി വിപണി അത് തുറന്ന് ഇടിഞ്ഞ് 820 പോയിൻ്റ് ഇടിഞ്ഞിട്ട് 23,883 ക്ലോസ് ചെയ്തത്. അത് 23,750 പതിച്ചാൽ അത് ആ ഇടി പിന്നെ തുടരാൻ സാധ്യതയുണ്ട്. ഇന്ന് അമേരിക്കയുടെ പണപ്പെരുപ്പ് നിരക്ക് വരികയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിപണിയെ ബാധിച്ച ഘടകങ്ങളാണ്. യൂറോപ്പിലും ഇടിവ് തുടരുകയാണ്. അമേരിക്കയിലും ഓഹരി വിപണി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. പച്ചക്കറി വിലയൊക്കെ ആണെങ്കിൽ കുതിച്ച് കയറുകയാണ്. പച്ചക്കറിയുടെ വിലയിറക്ക സാധനങ്ങളും പച്ചക്കറികളും പഴങ്ങളും എല്ലാം വില കുതിച്ച് കയറുന്നത് ഈ പണപ്പെരുപ്പ് നിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് നമുക്ക് കൂടുതൽ പണം നമുക്ക് ആവശ്യം വരും. അതായത് പണപ്പെരുപ്പ് നിരക്ക് 6.21 നിരക്കിൽ കൂടി. പഴത്തിൻ്റെയും പച്ചക്കറിയുടേതൊക്കെ 8% കൂടുതൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം സവാളയ്ക്കൊക്കെ 25 രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം 100 രൂപ വിലയിലേക്ക് എടുക്കുന്നു. അങ്ങനെയുള്ള പച്ചക്കറിയുടെ പല ഇതിൻ്റെ വില അങ്ങനെയാണ് കുതിക്കുന്നത്. ധാന്യങ്ങളുടെ വിലയാണെങ്കിലും കുതിക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളുടെയും വിദ്യാഭ്യാസ സാധനങ്ങളുടെ എല്ലാം വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി പതിവ് പടിയുള്ള ബോണസ്, ഡിവിഡൻഡ് ഒക്കെ വരുന്ന കമ്പനികളെക്കുറിച്ച് നോക്കാം. NMDC 228 രൂപ വിലയാണ്. ബോണസ് 2:1 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. വിപ്രോ 569 രൂപ വിലയാണ്. ബോണസ് 1:1 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഇത് ടാർഗറ്റ് ഇടുന്നതിനെക്കുറിച്ചും ഇട്ട് വയ്ക്കാം 600 രൂപയ്ക്ക്. ശക്തി പമ്പ് 4,645 രൂപ. ബോണസ് 5:1 25 നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. ലാഭവിഹിതം തരുന്ന കമ്പനികൾ ONGC 257 രൂപ. 6 രൂപ ഡിവിഡൻഡ് 20 നവംബറാണ് റെക്കോർഡ് ഡേറ്റ്. വിധി സ്പെഷ്യാലിറ്റി 494 രൂപ. 1 രൂപ ഡിവിഡൻഡ് 20 നവംബറാണ് റെക്കോർഡ് ഡേറ്റ്. MSTC 610 രൂപ വിലയാണ്. 4 രൂപ ഡിവിഡൻഡ് ഉണ്ട്. 22 നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. ബെൽ റാംബോർഗിനി ഷുഗർ കമ്പനിയാണ്. 570 രൂപ വിലയാണ്. 3 രൂപ ഡിവിഡൻഡ് 25 നവംബർ. കരിയർ പോയിൻറ്റ് 492 രൂപ. 1 രൂപ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. പവർ ഫൈനാൻസ് കോർപ്പറേഷൻ PFC 427 രൂപ. ഡിവിഡൻഡ് 350 25 നവംബറാണ് റെക്കോർഡ് ഡേറ്റ്. ഡൊളാറ്റ് ഗ്രോ 132 രൂപ 25 പൈസയാണ് 26 നവംബർ. നീൽ ലിമിറ്റഡ് 2200 രൂപ വില. 4 രൂപ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. KPL 270 രൂപ വിലയാണ്. 2 രൂപ 50 പൈസ ആണ് റെക്കോർഡ് ഡേറ്റ്. 22 നവംബറാണ്. നമുക്കിനി സ്പ്ലിറ്റ് വരുന്ന കമ്പനികളെക്കുറിച്ച് നോക്കാം. ഇൻസുലേഷൻ എനർജി 4,294 രൂപ. 1:10 ഒരു ഓഹരി കയ്യിലുണ്ടെങ്കിൽ 10 ആകും. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. JTL 192 രൂപ വിലയാണ്. 1:2 14 നവംബറാണ് റെക്കോർഡ് ഡേറ്റ്. കൊണ്ടിൽ ഇന്ത്യ 223 രൂപ വിലയാണ്. 1:10 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ജോസ് എനർജി 1,125 രൂപ വിലയാണ്. 1:2 15 നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. ടാർഗറ്റ് ഇട്ട് വയ്ക്കുന്നത് ഇൻഫോസിസ് 1,861 രൂപ. 1,955 രൂപ ടാർഗറ്റ്. വിപ്രോ 569 രൂപ. 600 രൂപ ടാർഗറ്റ് ഇട്ട് വയ്ക്കാം. ജ്യോതിസ് ലാബ് 495 രൂപയ്ക്ക് എടുത്ത് 531 രൂപ ടാർഗറ്റ് ഇട്ട് വയ്ക്കാം. JSW എനർജി 720 രൂപയ്ക്ക് മേടിച്ച് 770 രൂപയ്ക്ക് വിൽക്കാം. M&M 2,890 രൂപയ്ക്ക് വാങ്ങിച്ച് 3,426 രൂപ ടാർഗറ്റ് ഇട്ട് വയ്ക്കാം. ഇത് നമ്മളുടെ പഠനാവശ്യത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പഠനത്തിനായിട്ടും സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇതനുസരിച്ച് ഇത് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ മാറി മറിയാം. ടാർഗറ്റൊക്കെ എത്താൻ താമസം വരാം. അത് ദീർഘകാലം കൈവശം വയ്ക്കേണ്ടതായിട്ട് വരാം. നിരാശാബോധം കൂടെ കൂടുതൽ പൈസ ഇതിനായിട്ട് ഇപ്പം നല്ല കമ്പനി നോക്കി വാങ്ങി വേണമെങ്കിൽ വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ തിരക്കിട്ട് വാങ്ങി വെക്കേണ്ടതില്ല. കൂടുതൽ കാലം കൈവശം വെക്കാനുള്ള സാമ്പത്തിക അവസ്ഥയുള്ളവർ മാത്രം വാങ്ങുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിത് കാണുക, അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.